ദൃശ്യം പോലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ആക്ഷൻ ത്രില്ലറായിട്ട് പ്രതീക്ഷ ആരും പോകണ്ട. ലാലേട്ടൻ തിരിച്ചുവരവാണ്, ഒരു സംശയമില്ല. ലാലേട്ടൻ്റെ ആ കിടിലൻ പെർഫോമൻസ്. നല്ല അഭിപ്രായം, പടം നല്ല കലക്കിയിട്ടുണ്ട്. ലാലേട്ടൻ തിരിച്ചു വരുന്നു. ലാലേട്ടൻ തിരിച്ചു വരുമെന്ന് പറയുന്നത് കുഴപ്പമില്ല. നല്ല നല്ല കണ്ടിരിക്കാൻ നല്ല സൂപ്പർ പടം, അടിപൊളി പടം. നല്ല പടം. ഇഷ്ടപ്പെട്ടോ? പുതിയ നായികമാരാന്ന് തോന്നുന്നു അല്ലേ? നായിക പ്രാധാന്യം ഉണ്ടോ ശരിക്കും? ആക്ഷൻ ത്രില്ലറായിട്ട് പ്രതീക്ഷ ആരും പോകണ്ട. സാധാ നമുക്കൊരു സംഭവങ്ങളുണ്ട്. നല്ല പടം, ഫാമിലി എന്റർടൈൻമെന്റ് കോർട്ട് റൂം ഫിലിമാണ്. അതുപോലെ തന്നെ തിരക്കഥയൊക്കെ വ്യത്യസ്തമായ തിരക്കഥയാണ്. നമ്മള് ദൃശ്യം ആ മോഡലിൽ നിന്ന് പ്രതീക്ഷ ആരും പോകണ്ട. ഉഗ്രം പടമാണ്. ലാലേട്ടൻ ഒഫീഷ്യലി കംബാക്ക് ആണ്. ഒരു ഡീസന്റ് ഇമോഷണൽ ഡ്രാമയാണ് പടം. സ്റ്റാർട്ട് ടു എൻഡ് ജീത്തു ജോസഫിന്റെ ഉഗ്രൻ സ്ക്രീൻ ഡയറക്ഷനാണ്, കാര്യങ്ങളാണ്. വളരെ നീറ്റായിട്ടുള്ള ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ. നിങ്ങൾ ട്വിസ്റ്റും മറ്റൊരു ദൃശ്യവും. ലാലേട്ടൻ തിരിച്ചുവരവാണ്, ഒരു സംശയമില്ല. നല്ല പടമാണ്, എല്ലാവരും പോയി കാണും. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ തിരക്കഥയൊക്കെ അതെ പെർഫെക്റ്റ് ആയിരുന്നു. സസ്പെൻസും ഉണ്ട്. ഫുൾ കോടതിയാണ്. കോർട്ട് റൂം ഡ്രാമ നല്ല പടം. സമൂഹത്തിന് എല്ലാവരും നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. നല്ല തിരക്കഥ, എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. നന്നായിട്ടുണ്ട്. അപ്പം നമ്മുടെ ദൃശ്യം പോലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇതങ്ങനെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമല്ല. ഈ അവർ പറയുന്നുണ്ട്, ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രമോഷൻ്റെ പവറുള്ള ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇമോഷണൽ ഡ്രാമയാന്നൊക്കെ. ആ രീതിയിൽ സൂപ്പറാണ്. കുറേ സീനുകളുണ്ട്, നമുക്ക് കൈയടിച്ചു പോകുന്ന സീനുകളുണ്ട്. കോർട്ട് റൂം നമുക്ക് ബോറടിക്കത്തില്ല, ലാഗ് ചെയ്യൊന്നുമില്ല. പക്ഷേ ഒരു കോർട്ടിനകത്ത് തന്നെ ഫുള്ള്. പക്ഷേ സംഭവങ്ങളുണ്ട്, കൈയടിക്കുന്ന 2-3 സീനുകളുണ്ട്. അവസാനമുള്ള സീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണ് നനയ്ക്കും ഇറങ്ങുന്നതിന് മുമ്പ്. സൂപ്പർ മൂവി. ഒരു വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ് ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി. ഒരു കിടിലൻ കോർട്ട് റൂം ഡ്രാമയാണ്. നമുക്ക് റിയൽ ലൈഫിലായിട്ടുള്ള കോർട്ട് നമുക്ക് സിനിമയിൽ നേരിട്ട് കാണാം. അത് എന്താ പറയുക, സിനിമ കണ്ടിട്ട് അറിയുക ലാലേട്ടൻ്റെ ആ കിടിലൻ പെർഫോമൻസ്. സൂപ്പർ പടം, നല്ല സസ്പെൻസ് ഒക്കെ നല്ല പടം. നല്ല സസ്പെൻസ് ആണ്. നല്ല തീം. ജിത്തു ജോസഫ് ഒരു ബ്രാൻഡായിട്ട്, മലയാളികളുടെ ബ്രാൻഡായിട്ട് മാറി.